എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററിന്റെ ഏഴാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ചേഞ്ച് ഇൻ പൊസിഷൻ ആൻഡ് ടേംസ്. ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ ടേംസിന്റെ പൊസിഷൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ ആ ടേംസിനുണ്ടാകുന്ന വ്യത്യാസത്തെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലെറ്റ് ദി ടേംസ് ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ആർ x1, x2, x3, x4 അങ്ങനെ വിചാരിക്കാം. അതായത് ലെറ്റ് ദി ടേംസ് ആർ, ഒന്നാമത്തെ ടേമിന് x1 എടുത്തു, രണ്ടാമത്തെ ടേമിന് x2 എടുത്തു, മൂന്നാമത്തെ ടേമിന് x3 എടുത്തു, എക്സെട്ര. ഓക്കെ, ദെൻ x1ന്റെ കൂടെ d കൂട്ടുമ്പോൾ x2 കിട്ടും. വീണ്ടും x1ന്റെ കൂടെ 2 പ്രാവശ്യം d കൂട്ടുമ്പോഴാണ് x3 എത്തുക. x1ന്റെ കൂടെ 3 പ്രാവശ്യം d കൂട്ടുമ്പോൾ x4 അപ്പോൾ x5 എത്തണമെങ്കിലോ x5 എത്തണമെങ്കിൽ 4 പ്രാവശ്യം d കൂട്ടണം. x6 എത്തണമെങ്കിലോ 5 പ്രാവശ്യം d കൂട്ടണം. x7 എത്തണമെങ്കിലോ 1, 2, 3, 4, 5, 6 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. x8 എത്തണമെങ്കിലോ 7 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. x9 8 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അതായത് എത്ര ടേംസ് മുമ്പോട്ട് പോകുന്നോ അത്രയും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അപ്പോൾ ഒരു ടേം മുമ്പോട്ട് പോകണമെങ്കിൽ കോമൺ ഡിഫറൻസ് ഒരു പ്രാവശ്യം ആഡ് ചെയ്യണം. ഒരു ടേം പുറകോട്ടാണെങ്കിൽ കോമൺ ഡിഫറൻസ് ഒരു പ്രാവശ്യം സബ്ട്രാക്ട് ചെയ്യണം. ഇപ്പൊ x25 ആണെങ്കിലോ, അപ്പോൾ x9 എന്ന് പറഞ്ഞാൽ x1 + 8d എന്ന് പറഞ്ഞു. അപ്പോൾ 9ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിലൂടെ 8 ടൈംസ് കോമൺ ഡിഫറൻസ് കൊടുത്തതാണ്. അപ്പോൾ 25ാമത്തെ ടേം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് ടേമിൽ നിന്ന് 24 ടേമാണ് മുമ്പോട്ട് പോയത്. അപ്പോൾ x25 എന്ന് പറഞ്ഞാൽ x1 + 24d ആയിരിക്കും. x50 ആണെങ്കിലോ x1 + 49d. x100 ആണെങ്കിലോ x1 + 99d ആയിരിക്കും. അപ്പോൾ ഇല്ലേ? അപ്പോൾ വേറെ കംപ്ലീറ്റ് ദി ടേബിൾ വേറെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നോക്കിയോളൂ. x7 എന്ന് പറഞ്ഞാൽ x3 + 4d തന്നിട്ടുണ്ട്. അതായത് 7th ടേമിലെത്താൻ 3rd ടേമിന്റെ കൂടെ 4 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അതായത് 4d. 3 + 4 ആണ് 7. അപ്പൊ അങ്ങനെയാണെങ്കിൽ x9 = x5 + ഡാഷ് തന്നിട്ടുണ്ട്. അപ്പൊ 5 + 4 ആണ് 9. 4 ടൈംസ് മുമ്പോട്ട് പോയേക്കണേ. അപ്പൊ 4d ആഡ് ചെയ്യണം. x2 എന്ന് പറയുന്നത് x6 പുറകോട്ടാ വന്നേ. -4d. കാരണം 6th ടേമിന്റെ സെക്കൻഡ് ടേമിൽ 4 ടൈംസ് പുറകോട്ട് വരണം. 6 - 2 4. അപ്പോ 4d സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ x2 ആണെങ്കിലോ x7 x7ൽ നിന്ന് 7th ടേമിൽ നിന്ന് 5 ടേം പുറകോട്ട് വരുമ്പോഴാണ് x2 അപ്പൊ 5 കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. x3 ആണെങ്കിലോ 9th ടേമിൽ നിന്ന് 6 ടേം പുറകോട്ട് വരണം. അപ്പൊ 6 ടേം പുറകോട്ട് വരുന്നത് 6d കുറയ്ക്കണം. അതായത് എത്ര ടേം പുറകോട്ട് വരുന്നോ അത്രയും കോമൺ ഡിഫറൻസ് ആ ടേമിൽ നിന്ന് കുറച്ചാൽ മതി. ഇനി x8 - 5d. x8ൽ നിന്ന് 8th ടേമിൽ നിന്ന് 5 ടൈംസ് കോമൺ ഡിഫറൻസ് കുറച്ചാൽ എത്രാമത്തെ ടേമിലെത്തും? 8 - 5 3rd ടേമിലെത്തും. അതുപോലെ x3യുടെ കൂടെ 6 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ എത്രാമത്തെ ടേമിലെത്തും? 3 + 6 9th ടേമിലെത്തും. അതുപോലെ x8 ടൈം കിട്ടാൻ, അതായത് 8th ടൈം കിട്ടാൻ സെക്കൻഡ് ടേമിലൂടെ കോമൺ ഡിഫറൻസ് എത്ര പ്രാവശ്യം ആഡ് ചെയ്യണം? 2 + 6 ആണ് 8. അപ്പൊ 6d ആഡ് ചെയ്യണം. അപ്പൊ എത്ര ടൈം മുമ്പോട്ട് പോകണം അത്രയും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. എത്ര ടൈം പുറകോട്ട് വരുന്നോ അത്രയും കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഏതെങ്കിലും 2 ടൈം കിട്ടിയാൽ നമുക്ക് ഉടനെ അരിത്തമാറ്റിക് സീക്വൻസ് എഴുതാം. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചില പ്രവർത്തനങ്ങളിലേക്ക് പോകാം. വാട്ട് ഈസ് ദി 25th ടേം ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസ് 1, 11, 21 എക്സെട്ര. 1, 11, 21 എക്സെട്ര എന്ന് പറയുന്ന ഈ അരിത്തമാറ്റിക് സീക്വൻസില് 25th ടേം എത്രയായിരിക്കും? അപ്പോൾ ഫസ്റ്റ് ടേം അറിയാം. ഏതാ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്? 1. കോമൺ ഡിഫറൻസോ 11 - 1 ദാറ്റ് ഈസ് 10. കോമൺ ഡിഫറൻസ് ആണ് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ നോക്കിയാൽ കണ്ടുപിടിക്കേണ്ട 25th ടേം എന്ന് പറഞ്ഞാൽ എത്ര ടേം മുമ്പോട്ട് പോകണം? 25 - 1 24 ടേം മുമ്പോട്ട് പോകണം. അപ്പൊ x1 + 24d കണ്ടുപിടിച്ചാൽ മതി. 25th ടേം എന്ന് പറഞ്ഞാൽ x1 + 24d ആണ്. അതായത് ഫസ്റ്റ് ടേമിന്റെ കൂടെ 24 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. ഫസ്റ്റ് ടേംസ് 1 ആണ്. അപ്പോൾ 1 + 24 × 10. 24 × 10 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 + 240. അതായത് 241 ആണ്
എത്രാമത്തെ ടേം? 25th ടേം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The 10th term of an arithmetic sequence is 46 and 11th term is 51. What is its first term? Write first 5 terms of this arithmetic sequence. അപ്പോൾ x10 അറിയാം 46 and x11 അറിയാം 51. ഉടനെ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാലോ. x11 മൈനസ് x10 ആയിരിക്കും കോമൺ ഡിഫറൻസ്. ഇപ്പോൾ കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ അതായത് 11ാമത്തെ ടേമിൽ നിന്ന് 10ാമത്തെ ടേം കുറച്ചാൽ, അതായത് ഒരു ടേമിൽ നിന്ന് അതിന് തൊട്ട് പുറകിലുള്ള ടേം കുറയ്ക്കുന്നതാണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ 51 46 കുറച്ച് 5 കോമൺ ഡിഫറൻസ്. ഇനി എന്താ കാണേണ്ടത്? വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം? അപ്പോൾ ഫസ്റ്റ് ടേം വരിക എന്ന് പറഞ്ഞാൽ 10th ടേം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് 9 ടേം പുറകോട്ട് വരണം. അപ്പോൾ x1 എന്ന് പറയുന്നത് x10 മൈനസ് 90. 10ാമത്തെ ടേമിൽ നിന്ന് 9 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി. കോമൺ ഡിഫറൻസ് 5 ആണ്. 10ാമത്തെ ടേം 46 ആണ്. അപ്പോൾ 46 മൈനസ് 45 അതായത് 1 ആണ്. എത്രാമത്തെ ടേം? ഫസ്റ്റ് ടേം. ഇനി എന്ത് കാണാൻ പറഞ്ഞിട്ടുണ്ട്? റൈറ്റ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദിസ് അരിത്മെറ്റിക് സീക്വൻസ്. ഇതിലെ ആദ്യത്തെ 5 ടേം കാണുക. അപ്പോൾ ഒന്നാമത്തെ ടേം അറിയാം 1, കോമൺ ഡിഫറൻസ് അറിയാം 5. അപ്പോൾ 1 5 6, 6 5 11, 15 5 16, 16 5 21 എക്സെട്ര. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദിസ് അരിത്മെറ്റിക് സീക്വൻസ്. നമുക്ക് മറ്റൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്ത പ്രോബ്ലം ഇതാണ്. വാട്ട് ഈസ് ദി 21st ടേം ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ്? 100 95 90 എക്സെട്ര. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ 21st ടേം കണ്ടുപിടിക്കണം. ഇതാണ് സീക്വൻസ് 100 95. അപ്പോൾ ഉടനെ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാലോ. കോമൺ ഡിഫറൻസ് എന്ത് വരും? 95 മൈനസ് 100. ഇത് ഡിക്രീസിങ് സീക്വൻസ് ആണ്. അപ്പോൾ ഇത് കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആയിരിക്കും. 95 മൈനസ് 100 സ്മോളർ മൈനസ് ലെറ്റർ നെഗറ്റീവ്. ഇപ്പോൾ -5 ആണ് കോമൺ ഡിഫറൻസ്. ഇനി എന്ത് കാണാൻ പറഞ്ഞേക്കണേ? 21st ടേം. അപ്പോൾ ഒന്നാമത്തെ ടേം അറിയാം 21ാമത്തെ ടേമാണ് വേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ടേമിൻ്റെ കൂടെ 20 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 21ാമത്തെ ടൈം കിട്ടും. അപ്പോൾ എന്ത് കിട്ടും നോക്കിയേ? x21 is equal to x1 plus 20d. x1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 plus 20 into -5. അപ്പോൾ 100 plus 20 into -5 എത്രയാ? -100. അപ്പോൾ 100 minus 100 അതായത് 0 എന്ന് കിട്ടും. 100 plus 120 into -5. പോസിറ്റീവ് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ്. 20 into 5 100. അപ്പോൾ 100 minus 100 ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അഡീഷൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ 100 minus 100 equal to 0. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ദി 10th ടേം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് is 56 and 11th ടേം is 51. Find its first term. Write its first 5 terms. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് 56 എന്ന് പറയുന്നത് 10th ടേം ആണ്. 11th ടേം ആണ് 51. അപ്പോൾ 11th ടേമിൽ നിന്ന് 10th ടേം കുറച്ചാൽ കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 51 മൈനസ് 56 ദാറ്റ് ഈസ് 5. 51 മൈനസ് 56 ദാറ്റ് ഈസ് -5 എന്ന് കിട്ടും. ഇവിടെ സ്മോളർ മൈനസ് ഗ്രേറ്റർ ആയതുകൊണ്ടാണ് നെഗറ്റീവ് വന്നത്. അപ്പോൾ 51 മൈനസ് 56 -5 ആണ് എന്തെന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. എന്ത് കാണാൻ പറഞ്ഞേക്കണേ? ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 10th ടേമിൽ നിന്ന് എത്ര ടേമില് പുറകോട്ട് വരണം? 10 9 കുറയ്ക്കുമ്പോൾ 1 കിട്ടും. അപ്പോൾ 9 ടേംസ് പുറകോട്ട് വരണം. അപ്പോൾ x10 മൈനസ് 90 അതായത് 56 മൈനസ് 9 ഇൻറ്റു -5. അവിടെ കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവ് കൂടി മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആവും. അപ്പോൾ 56 പ്ലസ് 9 ഇൻറ്റു 5 ആയിട്ട് വരും. അതായത് 56 പ്ലസ് 45. നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് 9 ഇൻറ്റു 5 45. 56 45 101 എന്ന് പറയുന്നതാണ് എന്താ ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം. ഇപ്പോൾ ഫസ്റ്റ് ടേം 101. ഇനി എന്താ കാണാൻ പറഞ്ഞേക്കണേ? റൈറ്റ് ഇറ്റ്സ് ഫസ്റ്റ് 5 ടേംസ്. വളരെ എളുപ്പമാണ്. കോമൺ ഡിഫറൻസ് അറിയാം. എത്രയാ? -5 എന്ന് പറഞ്ഞാൽ 5 വീതം കുറഞ്ഞു പോകണം. ഫസ്റ്റ് ടേം അറിയാം. എത്രയാ? 101. അപ്പോൾ 101 5 കുറയ്ക്കുക. 101 -5 ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 5 കുറയ്ക്കാന്ന് അർത്ഥം. അപ്പോൾ 96 പ്ലസ് -5 91 പ്ലസ് -5 86 പ്ലസ് -5 81. അതായത് 5 വീതം കുറച്ച് പോകുന്ന സീക്വൻസ് ആണിത്. അപ്പോൾ ക്ലിയർ ആയല്ലോ. വേറൊരു ചോദ്യത്തിലേക്ക് പോവാം. ദി തേർഡ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് is 15 and 8th ടേം is 35. അപ്പോൾ ഇവിടെ തേർഡ് ടേമും 8th ടേമും വന്നേക്കണേ. അപ്പോൾ 2 ടേം ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ തേർഡ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ ഫോർത്ത് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് എത്രാമത്തെ വരിക?
ഫിഫ്ത്ത് ടേം. അങ്ങനെ 8th ടേം ഇട്ട് എത്രയെങ്കിൽ 3 + 5 ആണ് 8. 5 ടേം ആണ് മുമ്പോട്ട് വരിക. അപ്പൊ 5 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടുന്നതാണ് ഏത് 8th ടേം. x3 + x5d ആണ് എന്ന് പറയുന്നത് 8th ടേം എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ ടേംസ് തമ്മിലുള്ള ഡിഫറൻസിനെ എത്ര ടേം ആണ് മുമ്പോട്ട്, ഇപ്പൊ 8 3 5 ടേം മുമ്പോട്ട് പോയി. അപ്പോൾ 5 കോമൺ ഡിഫറൻസ് കൂടുന്നതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോ ഡി എന്ന് പറയുന്നത് ഈ ടേംസ് തമ്മിലുള്ള ഡിഫറൻസിനെ, അതായത് x3യും x8ഉം തമ്മിലുള്ള ഡിഫറൻസിനെ ആ പൊസിഷൻ, അവയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 8 3 തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ എന്തുകൊണ്ട് നോക്കിയേ 35 - 15, അതായത് ഈ ടേംസ് തമ്മിലുള്ള ഡിഫറൻസിനെ അവയുടെ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആയ 8 - 3 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 35 15 കുറച്ചാല് 20 4 എന്തെന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. അപ്പൊ 2 ടേംസ് തന്നു കഴിഞ്ഞാല് ആ ടേംസ് തമ്മിലുള്ള ഡിഫറൻസിനെ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കിട്ടും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ x3 + 5d ആണ് x8. അപ്പൊ x8 - x3 എന്ന് പറഞ്ഞാൽ 5d ആണ്. അതുകൊണ്ട് d എന്ന് പറയുന്നത് 35 - 15/5. അപ്പൊ കോമൺ ഡിഫറൻസ് കിട്ടി. തേർഡ് ടേം കിട്ടി. ഫസ്റ്റ് ടൈം കിട്ടും ഒരാളോ അല്ലെ? നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതൊക്കെയാണ്? ഫൈൻഡ് ഇറ്റ്സ് 13th ടേം. 13th ടേം ഫസ്റ്റ് ടൈം വേണ്ട, 13th ടേം മതി. 13th ടേം ഈസ് ഈക്വൽ ടു തേർഡ് ടേം പ്ലസ് 10 ടൈംസ് കോമൺ ഡിഫറൻസ് അല്ലെ. 10 3 ആണ് 13. അപ്പൊ 3 10 13 ആയാലും 10d കൂട്ടിയാൽ മതി. അപ്പൊ തേർഡ് ടേം എന്ന് പറയുന്നത് 15 ആണ്. അതിന്റെ കൂടെ 10 × d 4 എന്ന് കിട്ടിയല്ലോ. അപ്പോ 14 40 കൂട്ടി. അപ്പൊ 15 + 40 55 ആണ് 13th ടേം. ക്ലിയർ ആയ പറഞ്ഞ 13ാമത്തെ ടേം കാണാൻ 3ാമത്തെ ടേമിന്റെ കൂടെ 10 കോമൺ ഡിഫറൻസ് കൂട്ടണം. ഓക്കെ, അടുത്ത 23rd ടേം അത് തന്നെ എടുത്താൽ തേർഡ് ടേമിന്റെ കൂടെ 20 ടൈംസ് വീണ്ടും 10 ടേം മുമ്പോട്ട് പോകണം. ഇവിടെ നിർത്താനും കിട്ടും കേട്ടോ. ഏത് ടേമിൽ നിന്ന് വേണമെങ്കിലും തുടങ്ങാം. അപ്പൊ 23rd ടേം ആണെന്ന് കണ്ടുപിടിക്കാൻ തേർഡ് ടേം ആണ് എടുക്കുന്നതെങ്കിൽ തേർഡ് ടേമിന്റെ കൂടെ 20 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അപ്പൊ തേർഡ് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. 15ന്റെ കൂടെ 20 ടൈംസ് കോമൺ 20 × 4 80 ആഡ് ചെയ്താൽ മതി. 15 + 80 95 ആണ് 23ാമത്തെ ടേം. ക്ലിയർ ആയ പറഞ്ഞത്? മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. The fifth term of an arithmetic sequence is 21 and the 9th term is 41. What is the first term? What is the third term? അപ്പൊ നോക്കിയേ, ഫിഫ്ത്ത് ടേം x5 എന്ന് പറഞ്ഞാൽ 21 ആണ്. അതുപോലെ x9 41 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 9th ടേമിൽ നിന്ന് 5th ടേം കുറച്ചിട്ട് 9 - 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 9th ടേം എന്ന് പറഞ്ഞാൽ 41 - 21/4, അതായത് 5 എന്ന ആൻസർ കിട്ടും. 20/4 5. ഇപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി. കാണാൻ പറഞ്ഞേക്കണേ ഫസ്റ്റ് ടേം. അപ്പോൾ നമുക്കറിയാവുന്ന ടേം 21st ടേം അറിയാം, സോറി 5th ടേം അറിയാം. 5ാമത്തെ ടേമിൽ നിന്ന് 4 ടേം പുറകോട്ട് വരുന്നതാണ് ഫസ്റ്റ്. അപ്പോൾ x5 - 4d. x5 എന്ന് പറയുന്നത് 21 ആണ്. അപ്പൊ 21 - 4 × 5 4 × 5 20. അപ്പൊ 21 - 20, that is 1 is the first term. Then 9th എന്ത് കാണാൻ പറഞ്ഞേക്കണേ? വാട്ട് ഈസ് ഇറ്റ്സ് ദി തേർഡ് ടേം. അപ്പൊ തേർഡ് ടേം കാണാൻ ഫസ്റ്റ് ടേമിന്റെ കൂടെ 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാം. കാരണം 2 ടേം മുമ്പോട്ട് പോകുന്നത്. അപ്പൊ x1 + 2d, അതായത് x1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. x1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 1 + 2 × 5, that is 1 + 10, that is 11 is the third term. ക്ലിയർ ആയ പറഞ്ഞത്? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മറ്റൊരു ചോദ്യം. The fourth term of an arithmetic sequence is 61 and the 7th term is 31. Find its 10th term, first term. ഇപ്പൊ ചെയ്ത ഇതെല്ലാം ഏകദേശം ഒരുപോലെയുള്ള ചോദ്യങ്ങളാണ്. 4th term എന്ന് പറഞ്ഞാൽ x4. അപ്പൊ x4 എന്ന് പറഞ്ഞാൽ 61 ആണ്. x7 എന്ന് പറഞ്ഞത് 31 ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് എന്ത് വരും? d is equal to x7 - x4/7 - 4. ടേംസ് തമ്മിലുള്ള ഡിഫറൻസിനെ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോ 31 - 64/7 - 4. 31 - 64/3 എന്ന് പറയുമ്പോൾ -10 ആണ്. സ്മോളർ മൈനസ് ഗ്രേറ്റർ ആയതുകൊണ്ട് നെഗറ്റീവ് വരും. അപ്പൊ -10 ആണ് കോമൺ ഡിഫറൻസ്. ഇനി കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 10th ടേം. 10th ടേം കാണാൻ ചെയ്താൽ മതി.
ഇപ്പോൾ 7th ടേം ആഡ് കഴിഞ്ഞാൽ 7 + 3 ആ 10. അപ്പോൾ 7 + 3 അപ്പോൾ x7 + 3d. അപ്പോൾ 10th ടേം ഈസ് ഈക്വൽ ടു x7 + 3d. ദാറ്റ് ഈസ് x7 31 ആണ്. അപ്പോൾ 31 + 3 × -10. 3 × -10 -30 ആണ്. അപ്പോൾ 31 - 30 ദാറ്റ് ഈസ് 1 ഈസ് ദി 10th ടേം. ഇനി ഫസ്റ്റ് ടേം കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ടേം കാണാൻ എന്ത് ചെയ്യണം? 4th ടേമിൽ നിന്ന് 3 ടൈംസ് പുറകോട്ട് വന്നാൽ മതി അല്ലേ? 3 ടേംസ് പുറകോട്ട് വരിക. അപ്പോൾ 3d കുറയ്ക്കുക. അപ്പോൾ x4 നമുക്കറിയാം 61. അപ്പോൾ 61 - 3 × -10. അപ്പോൾ നെഗറ്റീവിന്റെ നെഗറ്റീവ് പോസിറ്റീവ് ആണ്. അപ്പോൾ 61 + 30 ദാറ്റ് ഈസ് 91 ഈസ് ദി ഫസ്റ്റ് ടേം. അപ്പോൾ ഫസ്റ്റ് ടേം 91, 10th ടേം 1. ക്ലിയർ ആയോ പറഞ്ഞത്? ടേംസ് തമ്മിലുള്ള ഡിഫറൻസിനെ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോമൺ ഡിഫറൻസ് കിട്ടും. ഇത് അടുത്തതുപോലെ തന്നെ മറ്റൊരു ചോദ്യം. 5th ടേം ഓഫ് an arithmetic sequence is 10. 10th ടേം ഈസ് 5. 5th ടേം 10, 10th ടേം 5. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ വരുന്നത്. 15th ടേം കാണണം, 25th ടേം കാണണം. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? കണ്ടുപിടിക്കുക. കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു x5 10 ആണെന്നറിയാം, x10 5 ആണെന്നറിയാം. അപ്പോൾ x10 - x5 / 10 - 5. x10 എന്ന് പറയുന്നത് 5 ആണ്. 5 - 10 അതായത് 10th ടേമിൽ നിന്ന് 5th ടേം കുറയ്ക്കുക. എന്നിട്ട് 10 - 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? -1. ഇങ്ങനെ വരുന്ന പ്രോബ്ലംസിനല്ല, അതായത് 5th ടേം 10, 10th ടേം 5 അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വരുന്നു. mth ടേം n, nth ടേം m അങ്ങനെ വരുന്ന സീക്വൻസിലെല്ലാം കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ഉണ്ടായിരിക്കും. ഓക്കെ. ഇനി 15th ടേം കാണാൻ 10th ടേമിൽ നിന്ന് തുടങ്ങിയാൽ മതി. 10 + 5 ആണ് 15. അപ്പോൾ 10th ടേം + 5 ടൈംസ് കോമൺ ഡിഫറൻസ്. 10th ടേം എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5 + 5 × കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആണ്. 5 × -1 അതായത് 5 + -5 5 ദാറ്റ് ഈസ് 0 ഈസ് ദി 15th ടേം. ഇവിടെ കണ്ടില്ലേ? 5th ടേം 10, 10th ടേം 5. അപ്പോൾ 10 + 5 15th ടേംസ് എപ്പോഴും 0 ആയിരിക്കും. അതായത് mth ടേം n-ഉം nth ടേം m-ഉം ആയാൽ m + nth ടേം എപ്പോഴും 0 ആയിരിക്കും. കോമൺ ഡിഫറൻസ് എപ്പോഴും നെഗറ്റീവ് ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രത്യേകതയും കൂടി ഇതിനുണ്ട്. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ x15 ഞാൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. 15th ടേം കാണാൻ പറഞ്ഞിട്ടുണ്ട്. 15th ടേം എന്ന് പറഞ്ഞാൽ 0 കിട്ടി. ഇനി x25 25th ടേം കാണാൻ എന്ത് ചെയ്യണം? 15th ടേമിൽ നിന്ന് 10 ടേം മുമ്പോട്ട് പോയാണ്. അപ്പോൾ 15th ടേം 0 എന്ന് കിട്ടി. 0യുടെ കൂടെ 10 ടേംസ് മുമ്പോട്ട് പോകുന്ന 10 × -1 ആഡ് ചെയ്യുക. കോമൺ ഡിഫറൻസ് -1 ആണല്ലോ. അപ്പോൾ 10 × -1 എന്ന് പറഞ്ഞാൽ -10 ആണ്. അപ്പോൾ 0 - 10 ദാറ്റ് ഈസ് -10 ഈസ് ദി 25th ടേം. അപ്പോൾ ആ ക്വസ്റ്റിൻ്റെ ആൻസർ അവിടെ കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.